ഇതാണ് എന്റെ ഭവനം. അപ്പൊ അതോ? അതൊരു കൂതറ ദരിദ്രവാസിയുടെ. അയൽവാസി ഒരു ദരിദ്രവാസി. മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ പെട്ടി എടുക്കൂ. പെട്ടി ഇറേ. ചെന്താമര. എടടേ. എന്താ എന്താ ഇവൻ എന്തോന്ന് ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞു കളിക്കുന്നത്? തട്ടി തോളിക്കെട്ടടാ. കേട്ടടേ. തട്ടി തോളിക്കെട്ടടാ. ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. ഇതൊക്കെ ഒരു നേക്കാ. ഇത്രേ ഉള്ളൂ. ഈസി അല്ലേ? തൊഴിലെന്താണെന്ന് ഇപ്പഴാ അറിയിക്കണ. എന്തൊരു രണ്ടും കൂടെ കിട്ടാൻ ഈ മുതലാളിയുടെ ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ. എടേ, അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തൊന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങാൻ നിൽക്കുന്നത്? അകത്തോണ്ട് പോയി തട്ട്. അയ്യോ, അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചുമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച്? ഇവന്മാരോട് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ. തന്നെ ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ. മോനെ, നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത്? കോടിക്കണക്കിന് കായ് ചെലവാവില്ലേ? പിന്നെ ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കപ്പുറതയില്ല. ചെല്ല ഇവിടെ നിന്നാ കണ്ണുവിട്ടൂടും. വാ, അകത്തോട്ട് പോവാം. നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം. ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി ഈ കുബേരൻ നടത്തും. ഒലത്തും. എന്താ? അയൽവാസി ഒരു ദരിദ്രവാസി. അത് നിന്റെ അച്ഛൻ. ഓ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. ഹലോ, മച്ചനോട് സാറിന സാറിന. ഹലോ. ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരയുടെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ, ആ കോട്ടും സൂട്ടൂരി ഞാൻ അങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിൽ ഇരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. हम तुम के कमरे में बंद हो. राजा का रानी से प्यार हो गया. അവന്റെ ഒടുക്കത്തിൽ ഹിന്ദി പാട്ട്. ഫോൺ വെക്കട മൈച്ചാനെ. अच्छा अच्छा, मनीषा कोड़ियाला से पकड़ो. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിസോഡിൽ മനീഷ കൊടിയാളയ്ക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗലയെ ബുക്ക് ചെയ്യാം സർ. അയ്യേ, ചാള വേണ്ട, അയ്യം. നമുക്ക് നെമ്മി വാങ്ങിക്കാം, നെമ്മി. അച്ഛാ അച്ഛാ അച്ഛാ. അല്ല, അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പെട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ? അച്ഛൻ മരിച്ച കിടക്കേണ്ട തന്റെ പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ? ഉണ്ടാവോ? നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? മിടുക്കി. എടി, തൂവലെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. അത് ശരിയാ. ഇനിയിപ്പോ അയാളെങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിൽ എല്ലാവരും അകത്തായത് തന്നെ. തലം കാലിയാക്കുന്നതാണ് ബുദ്ധി. ബാബാ നില്ല്. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ. തെറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ. എവിടെ ലക്ഷ്മി? ലക്ഷ്മി. ലക്ഷ്മി. ഓ, അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ച? പ്യാടിച്ചു വായ. മോൻ കഴിഞ്ഞിട്ട് പാടി. മാടപ്രാവിനെ പോലെ കുണുങ്ങി പോണത് കണ്ടാടിയേ. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോർവരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തൊരു പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം. അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല. വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, കാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോൻ കഴിവണത് ആട്ടും പാലില്. ഹോ, ചെലവോട് ചെലവ്. എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. എന്തിനടി അവര് പെക്കളഞ്ഞത്? എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ, ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്? അല്ല, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് പറയായിരുന്നു മുതലാളി. ഇതേതാ ഈ കുട്ടി? എന്റെ മോള്.
എനിക്കിഷ്ടമായി. ഈ വീടും പരിസരവും ഒക്കെ പരിചയപ്പെട്ടില്ല. സോറി. ഞാൻ ബാലകൃഷ്ണ. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപയായി. അതല്ല, ടിവിയില്. ഇതൊക്കെ ടിവിയിലും വന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം. ഉണ്ട്. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. വേറെ വേറെ പേരുകൾ. അതെന്തരന്? ഇൻകം ടാക്സ്. ഓ, ഈ സീരിയലല്ലാതെ സിനിമയൊന്നും പിടിച്ചിട്ടില്ല. കൂലി നമ്പർ 1. ഇംഗ്ലീഷ് സിനിമ. ഇനി ഞാൻ കഥ, തിരക്കഥ, വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളോ? അതേത് സീരിയൽ? രാമായണം 2ാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട്, രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ ഇപ്പൊ ഏതാണ്ട് കൊത്ത ലക്ഷണമുണ്ട്. എന്തരത്ത്? അല്ല, സീത നായിക ജൂലികൾക്ക് പകരം. മുതലാളി, ഞാനിപ്പോ പോട്ടെ. താനോടെ പോന്നു? അച്ഛന്റെ അടുത്തേക്ക്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ വിഷമക്കാരനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങെത്താ പോലെ. താൻ പോയാൽ ശരിയാവില്ല. യവൻ പോണെങ്കിൽ പോട്ടെ. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇല്ല ഇവിടെ. മേളിലാണ് മുറി, അങ്ങോട്ട് ചെല്ല്. പോ. നീ എങ്ങോട്ട് വെച്ച് വിടുന്നത്? ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം. ഷെഡാ? വാ, പോ. നീ അങ്ങോട്ട് ചെല്ല്. പോടേ. ചെല്ല്. എന്തിനിടെ നിന്ന് വടവണത്? ഇവൻ തറയാണല്ലേ മോളെ. ഡ്രൈവറെ തട്ടി ഷെഡിലും കയറ്റി അവനെ പിടിച്ച് മുറിയിലുമാക്കി. ഇനി പിടി മുറുക്കേണ്ടത് നീയാണ്. ഞാനോ? എന്തിന്? വാ. എടി, അവനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്തിനാണ്? ജെന്റിൽ ആൻഡ് ഹാൻസം. അങ്ങനെ വരട്ടെ. എടിയേ, എവള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും എവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി. എന്തിന്? കൊന്താം. എവക്ക് അവനെ ബോധ്യമായി. കണ്ടോ കണ്ടോ? എടീ, ഇനി അവന് എവളെ ബോധിക്കാൻ എന്തിനു ചെയ്യണം? നിന്റെ മോക്ക് ലൈൻ അടിക്കാൻ അറിയാം? നീ പറഞ്ഞു കൊടുക്കണം. നീ എന്നെ വളച്ച് വീഴ്ചകളല്ലേ എക്സ്പോർട്ട്. എന്താ ഒന്നും മിണ്ടാത്തെ? ഏയ്, डैडी बोला कि आप हिंदी बात कर सकते हैं. डैडी को हिंदी नहीं आता. हम हिंदी में बात करेंगे. बोलो. क्या? എന്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. അതെനിക്കറിയില്ലായിരുന്നു. എന്തിന് ഹിന്ദിയാ? ലക്ഷ്മിക്ക് ഹിന്ദി അറിയാമെന്നും അച്ഛൻ അത് അറിയില്ലെന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. आपने दिलवाले दुल्हनिया ले जाएंगे देखा? आप किसी से प्यार किया है क्या? देखा जितना लखनऊ गई गोरी मेरा देखा. इश्क हुआ. എന്തരാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത്? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ. അയ്യോ, അവക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോ വേണം തീർത്തു കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഇത്തിപ്പൂരല്ലേടി തിന്നുള്ളൂ. എന്താ വിശപ്പൊന്നുമില്ലേ? കഴിക്കണ്ടേ? ഇതെന്താ 2 പാത്രം? ഒന്ന് പട്ടിക്കാം. അയ്യേ, അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലും. മതി. എനിക്ക് ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വേണുണ്ട്. എവിടെ വീട്? കുറച്ച് തെക്കാ. തെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണല്ലേ? സന്തോഷമായി. നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാര അടിച്ചോ, പഞ്ചാര. ബുദ്ധിമുട്ടായല്ലേ? എല്ലാം ഒത്തിണങ്ങി ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വീട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത് നേരത്തെ വിചാരിച്ചു. എന്നാലും എത്ര നാളെന്ന് വെച്ചാ ഈ വാശിയിൽ ഇങ്ങനെ കഴിയുക? വാശിയെന്ന് വെച്ചാ വാശി തന്നെ. ചെറുപ്പം പോലെ ഞാൻ അങ്ങനെ. സത്യമായിട്ടും നാളെ മുതൽ കൂലിപ്പണിക്ക് പോവോ? പോവും. അതിന് നീ എന്നെ തടയരുത്. ഇതെന്റെ പേഴ്സണൽ വൈരാഗ്യമാണ്. അങ്ങനെ മറ്റേടത്ത മാട്ടുപ്പെട്ടി മഹാദേവനാണെങ്കിൽ ഞാനാടെ മകനല്ലേ? എനിക്കുമില്ലേ അഭിമാനം? പിന്നെ മോളെ, പുറത്തേക്ക് ഇറങ്ങി ആരുമായിട്ടും വർത്താനം പറയണ്ട. നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റിയ ആൾക്കാരേ അല്ല, ചേരിയ നുണയെ പറയൂ. എന്നെ പറ്റി പറയുന്ന ചില നുണകൾ കേട്ടാ നീ ഞെട്ടിപ്പോവും. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് എന്റെ ബാലേട്ടനെ
എന്നും ഇങ്ങനെ കണ്ടാ മതി. എന്നും ഇങ്ങനെ കാണും, അതാ എന്റെ പേടി. അതെന്താ? അല്ല, മോളുടെ ഈ വിശ്വാസം മാത്രം മതി എനിക്ക്. നീ ധൈര്യമായിട്ട്. ആരാത്? ചേരിയിലെ ഏതെങ്കിലും നുണയന്മാരായിരിക്കും. മോളി ഇവിടെ ഇരുന്നാ മതി, അങ്ങോട്ട് വരണ്ട. ഞാൻ പോയി നോക്കിച്ചു വരാം. നീ എന്താ ഈ പാതിരാത്രിക്ക്? ഞാൻ പിന്നെ എങ്ങോട്ട് പോവും? നീയൊക്കെ കൂടി ഒലത്തി ഒലത്തി എന്റെ വീട്ടിൽ ചെന്ന് ഓതിയത് എന്റെ കല്യാണം കഴിഞ്ഞാണല്ലോ. എന്നൊന്ന് കാണാൻ കൂട്ടാക്കാതെ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ എന്റെ വീട്ടിൽ തന്നെ പുറത്താക്കി. ഓ, എപ്പോ? തമാശിക്കല്ലേ? പതുക്കെ, ലക്ഷ്മി കേൾക്കും. ലക്ഷ്മി കേക്കട്ടാ. ഞാൻ ഈ കഥ ഒന്ന് ചാരി. വീടും കൂടില്ലാത്ത എനിക്കിനി ഒന്നും നോക്കാനില്ല. ഞാനിപ്പോ വിളിച്ചു പറയും നീ മഹാദേവന്റെ മകനല്ലാന്ന്. ചേരി ചെന്താമര അതും പറയും നീ എന്നെ വരട്ടാൻ നോക്കണ്ട. ലക്ഷ്മി ഉപദ്രവിക്കാതെ, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്. കാളരാത്രിയാണ്. നീ ഒന്ന് സമാധാനിക്ക്, നമുക്കെല്ലാം ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? ഞാൻ പ്രാർത്ഥിക്കണം. എവിടെ കയറി പോന്നു? ആരോ വരുന്നുണ്ടല്ലോ. പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവും. പോയി എവിടെയെങ്കിലും രക്ഷപ്പെട്ടു, ബാക്കിയാണ് ഞാൻ ഏറ്റി. അങ്ങോട്ട് അവിടെ പോന്നു. രക്ഷപ്പെടാം. അവിടെ ഫസ്റ്റ് നൈറ്റ് നടക്കല്ലോ, വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. അവന് നിന്നെ മനസ്സിലായിട്ടില്ല, പോയി രക്ഷപ്പെട്ടോ. രാജപ്പനെ ഓടിക്കരുത്, ഞാൻ സ്പീഡ് കൂട്ടും. അയ്യോ അമ്മേ. നമ്മുടെ ഡ്രൈവറാ, ഇത് അവന്റെ വീടാ. പൊതുകടിയുണ്ടോ, സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നാ. പാവം. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഓടുന്നുണ്ടല്ലോ. അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും. ചേരി പ്രദേശമല്ലേ. നീ വാ. നീ എന്റെ പഴം ചവിട്ടി പിതുക്കരുത്. എടി ചാണ്ടേ, ഇങ്ങോട്ട് വാടി. നമ്മുടെ മോളും മരുമോനും ഊട്ടിക്ക് പോയിരിക്കുന്നു, ഹണിമൂണിൽ. അതിന് നിങ്ങൾ എന്തിനാ എങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നേ? മോൻ ഫോൺ ചെയ്തപ്പോ കേട്ടതല്ലേ? നീ അപ്പൊ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ കല്യാണം കഴിക്കണ ഏത് തെണ്ടി ഹണിമൂണിന് പോണത് ഊട്ടിയിലോട്ടാണ്. പക്ഷെ ഞാൻ എന്റെ മോളെ ആഫ്രിക്കയിലോട്ടാണ് ഹണിമൂണിന് അയക്കാൻ പോണത്. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല, പതുക്കെ പറഞ്ഞാ മതി. ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു. കേട്ടല്ലോ, ഇപ്പൊ മതിയായല്ലോ. എന്തിന്? ഊട്ടി. എന്തിനേ ഭരണി പൊക്കിക്കൊണ്ടുവരണത്? അവൾക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ്. അവിടെ ഒരു മാങ്ങ അച്ചാർ. അവളുടെ അടുക്കളയിൽ 24 കൂട്ടം അച്ചാറ് കാണും. എന്നാലും ഒരെന്നാലും ഇല്ല. അവൾക്ക് അവിടെ പരമ സുഖമാണ്, ഒരു കുറവും വരില്ലടി. എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ്. മനസ്സിലായില്ലേ? ആദ്യത്തെ ലോഡിറക്കാൻ പോവാണെന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗോള് വരുന്നുണ്ട്. ആ ഗോല വട. ആരെങ്കിലും കാണട്ടെ. ഈ വീട്ടിൽ ഈ വക കാര്യങ്ങളൊന്നും വേണ്ട. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കട്ടെ. മച്ചാനെ, എനിക്ക് ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും. ഒന്നുകളെ ആ, നീ ഇത് പറയണം, ഞാനത് കേൾക്കാൻ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കിടന്നുറങ്ങിക്കും. ഇതിനൊക്കെ തിരിച്ച് സഹായം ചെയ്യാടേ. പറഞ്ഞാ പോരാ, ചെയ്യണം. ചെയ്യാന്നല്ലേ പറഞ്ഞത്? നീ വാ. നീ എന്തിനകത്തോട്ട് വന്നു? തെണ്ടി വന്നത് കണ്ടില്ല. ലക്ഷ്മി ഇവിടെ. എന്തിയെ? ലക്ഷ്മി, ലക്ഷ്മി. ഞാൻ കുളിക്കാ. ഓ, സമാധാനമായി. അവള് കുളിക്കോ. നീ പൊയ്ക്കോ, നീ പൊയ്ക്കോ. എന്താ പിന്നെന്താ ഇവിടെ? അല്ല, ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി. അത് നേരെ. ബൾബോ? എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവനെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ 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 എന്താ? ബൾബ് മാറ്റിയിടാനൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്ന് പറയുമായിരുന്നു. ബൾബ്? അല്ല, എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണം വിചാരിച്ചു, പെട്ടെന്ന് അങ്ങ് മറന്നു. അതൊക്കെ നാളെ രാവിലെ ഓർത്തെടുക്കാം. ഇപ്പൊ കുഞ്ഞെന്താ ഇന്ന് കാണിച്ചിരിക്കുന്നത്? അകത്തോട്ട് ചെന്നാട്ടെ. നീ എന്ത് നോക്കി നിൽക്കാടാ അവിടെ? അല്ല, ഞാൻ കുഞ്ഞകത്തോട്ട് കയറുന്ന നോക്കുമായിരുന്നു. ചെല്ലേ. ഓ, ചെല്ലടാ. മോനെ, നിനക്ക് ഇതൊന്ന് കുറ്റിയിട്ടൂടെ? അമ്മ, അകത്ത് ഭയങ്കര ചൂട് കാരണം ഞാൻ കുറ്റിയിട്ടിട്ട് കിടന്നാ മതി.
ചെല്ല. താനെന്താ ഇവിടെ? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. എന്താ എന്താടാ എന്താ എന്ത് പറ്റി? അവനോട് പറഞ്ഞു വിടണം. അവന്റെ സ്വഭാവം ശരിയല്ല. നീ തെളിച്ചു പറ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോ അവൻ ഈ കഥ അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ആ ദേഷ്യത്തിന് ഞാൻ ഒറ്റ അടി കൊടുത്തു. നല്ല പണിയാ നീ കാണിച്ചത്. പിന്നെ അവൻ എന്തിനാ ഈ കുറ്റിയിട്ടത്? ഈ കുറ്റി വീഴാഞ്ഞിട്ട് അത് ശരിയാക്കാൻ ഞാൻ അവനോട് പറഞ്ഞല്ലേ. അയ്യോ, ഞാൻ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞിട്ട് വരാം. വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൂടെ പ്രശ്നമാവും. ഉണ്ണികൃഷ്ണ, ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്ത്? ബാലേട്ടന് ഇവിടെ എല്ലാരും ഉണ്ണിന്നാ വിളിക്കുക അല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ രണ്ടു പേര് കാണും. മാപ്പിനി നാളെ പറയാം. കൊച്ചമേ, കൊച്ചമേ, എന്താടാ? നമ്മുടെ കൊച്ചു മുതലാളി തറയെ കിടന്നുറങ്ങുന്നു. താറയല്ലോ? ആ തറയല്ലേ, ഞാൻ കണ്ടതാ. കൊച്ചമ്മ ഇങ്ങോട്ട് വന്നേ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഏയ് ഏയ്, എന്താ? വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. അത് സാരില്ല. തെറ്റ് ചെയ്തത് ഞാനല്ലേ. അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ക്ഷമിച്ചു. എടാ മണ്ട, അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവും ആയ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല ഉണ്ടാക്കണ്ട. നീ നിന്റെ ജോലി പോയി നോക്ക്. ചുമട്ടു തൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും. ഇത് കുറെ കാലമായമാര് പറയാൻ തുടങ്ങിയിട്ട് ഒരു പുല്ലും നടക്കൂല. നീ വായിച്ചേ. അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്തായി ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോരോ പ്രശ്നങ്ങള്. ചേട്ടാ, ചായ. ഈ സമയത്ത് എക്സസൈസ് ചായ. ഇന്ന് നമുക്ക് ദിൽത്തോ പഗൽ ഹേ കാണാം. ഏയ്, ഹിന്ദി ഒന്നും കണ്ടാ മനസ്സിലാവില്ല. നമുക്കൊരു ഇംഗ്ലീഷ് പടം കാണാം. ഇപ്പൊ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, യു ആർ ഇൻ ട്രാപ്പ്. അത് കാണാം. വാ വാ. ഹലോ ഹലോ കണ്ണപ്പാ, ഞാൻ അച്യുതൻ. അയ്യോ, നീ എപ്പോ വന്നതാ? പൈപ്പാണല്ലേ? എനിക്കറിയാം, എനിക്ക് ഈ കുട്ടിയെ നേരത്തെ അറിയാം. എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. അന്ന് വീട്ടില് പെണ്ണ് കാണാൻ. വിശേഷം വല്ല ആയോ? ഓ, കല്യാണം കഴിഞ്ഞ് 15 ദിവസമല്ലേ ഉള്ളൂ. അതിന് മുമ്പ് വിശേഷമാവോ? കോമഡിയിൽ IAS എടുത്താനവൻ. പിന്നെ ഒരു മിനിറ്റ്, എന്താ വരവിന്റെ ഉദ്ദേശം? ഗർഭിണിയാണെന്നറിയാൻ. 15 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതൊന്നും മിഷനോ? അതിനിത്തിരി നേരവും കാലമൊക്കെ എടുക്കും. പറഞ്ഞ ഒരു മാസമെങ്കിലും. ശരി, സമ്മതിച്ചു. പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഊർജിതമാക്കണം. ശ്രമിക്കാം. ഒരിക്കലും ഒരു മടിയനാവരുത്. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു? ഇല്ല, എന്നാലും എന്റെ ഒരു ടെൻഷൻ. ഓ, വല്ലാത്തൊരു ടെൻഷനാണ് നിനക്ക്. ബാബാ, എത്ര ദിവസം ലീവ് ഉണ്ട് നിനക്ക്? 1 മാസം. ഓ ഓ, വീട്ടുകാർക്ക് സുഖമായിരിക്കുന്നു. ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. എന്നാ ഞങ്ങൾ വരട്ടെ. ശരി, പോട്ടെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ആ പരിചയം നിന്റെ അടുത്ത് എത്തിച്ചത്. ഞങ്ങള് അമേരിക്കൻ എയർപോർട്ടിലെ ഒരു ദിവസം ഇങ്ങനെ. അയാൾ ഗൾഫിലാണല്ലോ. അതെ, ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി അമേരിക്കൻ എയർപോർട്ടിൽ പകച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്ന ട്രാപ്പ് കാണാൻ പറ്റില്ല. പോവാ.